ലൈറ്റ് ഒന്ന് കാണിച്ചിട്ടാ നമുക്ക്. വാവ്, ക്യാമറ വെച്ചിരിക്കുന്നതിന്റെ മേലെയാണ്. ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ ചെയ്യാനായിട്ട്. കാരണം നമ്മൾ ഒരുപാട് നാളായിട്ട് മേടിക്കാനായിട്ട് നിങ്ങളും പറഞ്ഞതാണ്. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ആഗ്രഹമുള്ള ഒരു സംഭവമായിരുന്നു ഒരു ഡ്രിഫ്റ്റ് കാർ വാങ്ങണം എന്നുള്ളത്. പക്ഷേ ഡ്രിഫ്റ്റ് കാറിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല റേറ്റാണ് നമ്മുടെ ഇന്ത്യയിൽ വാങ്ങാനായിട്ട്. സോ ഞാനത് ചൈനയിൽ നിന്ന് അങ്ങോട്ട് ഓർഡർ ചെയ്തു. അപ്പോൾ നമ്മുടെ കാറും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. സോ അതെടുക്കുക, അൺബോക്സ് ചെയ്യുക, നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗായ്സ്. അപ്പോൾ ഫൈനലി നമ്മുടെ ഐറ്റോടെ എത്തിക്കുകയാണ്. സോ ഇത് നമ്മുടെ ചൈനയിൽ നിന്നാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ബാങ്കുഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ വഴിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. സോ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ കൊടുത്തേക്കാൻ ലിങ്കും കാര്യങ്ങളും. സോ അതിൽ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഡോളർ വഴിയാണ്. സോ പേപ്പാൽ എന്ന ഒരു ആപ്ലിക്കേഷൻ ത്രൂ ആണ് നമ്മൾ ഓർഡേഴ്സും കാര്യങ്ങളും ചെയ്യേണ്ടത്. റേറ്റ് കുറവില്ല, നമ്മുടെ ഐറ്റം കിട്ടും. ഈ സെയിം കാർ ഞാനിവിടെ ഇന്ത്യയിൽ വാങ്ങാൻ നോക്കിയപ്പോൾ ഏകദേശം 4500-5000 രൂപയാണ് എൻ്റെ റേറ്റ് വന്നിക്കുന്നത്. പക്ഷേ എനിക്ക് ഷിപ്പിംഗ് ചാർജ് അടക്കം ഇത് വന്നിക്കുന്നത് വെറും 2800 രൂപ മാത്രമാണ്. ഇവിടെ ആമസോണിൽ കിട്ടുന്ന 10,000-12,000 കൊടുത്ത് വാങ്ങുന്ന RC കാർസൊക്കെ അതിൽ വെറും എനിക്ക് തോന്നുന്നത് 4000 രൂപ, 4500-5000 രൂപ ആ റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്നതാണ്. 4x4 ഡ്രിഫ്റ്റ് കാറാണ് ഇതിരിക്കുന്നത്. നമ്മൾ മുന്നേ വാങ്ങിയിട്ട് ഇതിലൊരു ഡ്രിഫ്റ്റ് കാർ, അത് ആമസോണിൽ നിന്ന് വാങ്ങിയത്. ഡ്രിഫ്റ്റ് കാറില്ല, ഒരു മോൺസ്റ്റർ ട്രക്ക്. അത് 5000 രൂപ 5500 സംതിങ് വന്നിട്ടുണ്ടായിരുന്നു. സോ ആ കാറ് അത് ഞാൻ തിരിച്ചയച്ചു, റിട്ടയച്ചെന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ആവുന്നില്ല 2 ദിവസം കഴിഞ്ഞപ്പോൾ. സോ ഞാൻ പിന്നെ അത് റിട്ടടിച്ചു ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. സോ ഇത് ഞാൻ വന്നപ്പോൾ ഇതിനുള്ളിൽ പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പൊളിച്ചു നോക്കിയില്ലായിരുന്നു. ഓക്കെ, മോനെ, ഇതാണ് നമ്മുടെ കാർ എന്ന് പറയുന്നത്. ദിസ് ഈസ് അവർ ഡ്രിഫ്റ്റ് കാർ, കിങ് ഓഫ് സ്പീഡ് സ്പോർട്ടി ട്രക്ക് എന്നൊക്കെ എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. 360 റൊട്ടേഷൻ കാര്യങ്ങളും ചെയ്യും നമ്മുടെ വണ്ടിയും കാര്യങ്ങളും. പിന്നെ ഇത് ഇവിടെ ഒന്നുമില്ല, അതെ. സോ ഈ ഒരു കളറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്, പച്ച കളറ്. സോ ഇതിനുള്ളിൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ ബാറ്ററിയും കാര്യങ്ങളും എങ്ങനത്തെ ഐറ്റംസാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള വാണിങ്ങും കാര്യങ്ങളും അറ്റൻഷനും കുറവ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കത്തി എടുത്തിട്ട് ഇതിൻ്റെ സെല്ലോ ടേപ്പ് പിടിച്ചിട്ടുണ്ട് അവർ ജസ്റ്റ്. ഓക്കെ, ഇരിക്കണം നമ്മുടെ ഐറ്റം. ഈ പെട്ടിയുള്ളിൽ വേറെ ഐറ്റംസ് ഒന്നും ഇല്ല, മാറ്റി വയ്ക്കുക. അപ്പോൾ ജസ്റ്റ് തുറക്കുമ്പോൾ എടാ മോനെ നോക്ക്, എൻ്റെ ദൈവമേ, കിടിലം, ഒരു രക്ഷയില്ല. കാരണം എടാ ഇതിൻ്റെ റേറ്റ് വന്നൊക്കെ 2800 രൂപ മാത്രമാണ്. 2800 രൂപയ്ക്ക് ഇവിടെ കളിപ്പാട്ട സാധനങ്ങൾ കിട്ടുക. ഇതും നമ്മുടെ റിമോട്ട് കൺട്രോളും കാര്യങ്ങളും നമ്മുടെ കാറും കാര്യങ്ങളും കാണാൻ പറ്റും ഗായ്സ്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ അടുത്ത് ചെയ്ത് ടോയ്സ് വാങ്ങണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് അടിക്കട്ടെ. സോ നിങ്ങൾ കമൻറ്റ് നോക്കിയിട്ടാണ് ഞാൻ ഓരോ പ്രോഡക്റ്റ്സും വാങ്ങുന്നത്. ഇപ്പോൾ ഡ്രിഫ്റ്റ് കാർ വാങ്ങി തന്നെ നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞുകൊണ്ട് ബേസിസിലാണ്. സോ അതും നിങ്ങൾ കമൻറ്റ് അടിക്കുക. പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഉറപ്പായിട്ട് ലൈക്ക് ചെയ്തെന്ന് നിങ്ങൾ ഉറപ്പുവരുത്താം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്തത് മാത്രമാണ് ഞാൻ പിന്നെ വീഡിയോസ് ചെയ്യുന്നതും നമ്മുടെ പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് നിങ്ങൾ കാണിച്ചു തരുന്നതും. പിന്നെ മാക്സിമം ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരും കാണട്ടെ എങ്ങനത്തെ കാറുകളൊക്കെ ലോകത്തുണ്ടെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ എന്ന് പറയുന്നത്. സോ ഇതിൽ ടയറും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുമെങ്കിൽ വേറെ ലെവലായിട്ടാണ്, സൂപ്പർ പവർ എന്ന് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സോ പച്ച കളറുള്ള കാറാണ് നമ്മൾ വാങ്ങിച്ചേക്കുന്നത്. ഇതിൻ്റെ ടയർ നമ്മളിവിടെ ടൈൽസിൽ ഓടിക്കാനുള്ള ടയറാണ് ഇത് വെച്ചേക്കുന്നത്. എക്സ്ട്രാ ടയേഴ്സും കാര്യങ്ങളും വന്നിട്ടുണ്ട്. പിന്നെ ഭയങ്കര ഫ്ലാറ്റാണ്, പരന്നിട്ടാണ് നമ്മുടെ കാർ ഇരിക്കുന്നത്. ഓക്കെ, സോ നമുക്കിതിൻ്റെ ഫുള്ളായിട്ടുള്ള ഒരു ഡീറ്റെയിൽസിങ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മുടെ വണ്ടിയും കാര്യങ്ങളും നമുക്ക് കാണുന്നതിന് മുമ്പായിട്ട് എനിക്ക് കുറച്ച് സ്കിൻ കെയർ ചെയ്യാനുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മുഖത്ത്. കാരണം ഇപ്പോൾ നല്ല വെയിലും അതുപോലെ തന്നെ മഴയും മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളറും ഒക്കെ ഡള്ളായിക്കൊണ്ടിരിക്കുകയാണ്. സോ ഒരു സ്കിൻ കെയർ ചെയ്തിട്ട് വരാം. മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെയിലും മഴയും മാറി വരുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് പറ്റില്ല, അത് എൻ്റെ സ്കിന്നിന് പറ്റില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എൻ്റെ മുഖം ഒന്ന് വെള്ളം വെച്ചിട്ട് ഒന്ന് കഴുകി എടുക്കുകയാണ്. എൻ്റെ വീട്ടിലൊക്കെ അമ്മ മറ്റേ ബീട്രൂട്ട് എടുത്തിട്ട് മുഖത്ത് തേക്കാനായിട്ട് ഈ മുഖം ഒന്ന് ഗ്ലോ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ബീട്രൂട്ടിൻ്റെ എസൻസ് എടുത്തിട്ട് ഉണ്ടാക്കിയ ഒരു പ്രൊഡക്റ്റാണ് മാമാ എർത്തിൻ്റെ ബീട്രൂട്ട് ഡെയിലി ഗ്ലോ ഫേസ് ക്രീം എന്ന് പറഞ്ഞാൽ ഈ റേറ്റ് എന്ന് പറയുന്നത്. ഗായ്സ്, അപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖം നല്ല രീതിയിൽ വെട്ടിത്തിളങ്ങാനും ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും. വീക്കിലി മന്ത്ലി ഒന്നല്ല, ഇത് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് മാമാ എർത്തിൻ്റെ ബീട്രൂട്ട് ഡെയിലി ഗ്ലോ ഫേസ് ക്രീം എന്ന് പറഞ്ഞ സംഭവം എന്ന് പറയുന്നത്. സോ മാമാ എർത്തിൻ്റെ ബീട്രൂട്ട് ഡെയിലി ഗ്ലോ കിട്ടുന്നതിനേക്കാൾ മുമ്പായിട്ട് ഞാൻ കുറേ ആവശ്യമില്ലാത്ത ഒരുപാട് ഫേസ് ക്രീമും കാര്യങ്ങളൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഈ പിമ്പിൾസും കാര്യങ്ങളും വന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ച് അങ്ങനെ പിമ്പിൾസ് കാര്യങ്ങളൊന്നും വരാൻ പോണില്ല. നല്ല ഏതെങ്കിലും പ്രൊഡക്റ്റ് നോക്കി നടക്കുന്ന സമയത്താണ് എനിക്ക് ഈ മാമാ എർത്തിൻ്റെ ഈ ഐറ്റം കിട്ടിയത്. സോ ഇത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് തേച്ചിട്ടുള്ള ആഫ്റ്റർ ആൻഡ് ബിഫോർ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ എൻ്റെ മുഖം ഇപ്പോൾ അത്യാവശ്യം നല്ലൊരു രീതിയിൽ ഡാർക്കാണ് ഈ വെയിലും കയ്യിലടിച്ചിട്ട്. സോ ഇത് തേച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ഈ പ്രൊഡക്റ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ എക്സ്ട്രാക്റ്റും അതേപോലെ ഹൈലറോണിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ഗ്ലോ ചെയ്യാനും നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ആയിരിക്കാനും ഇത് സഹായിക്കുന്നതാണ്. പിന്നെ ഇത് ടോക്സിക് ഫ്രീ ആണ്. പിന്നെ ഇത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗായ്സ്, ഇതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. മറ്റേ ബീട്രൂട്ടിൻ്റെ കളറാണ് വന്നിരിക്കുന്നത്. സോ ഇത് ജസ്റ്റ് ഇങ്ങനെ നമ്മുടെ മുഖത്തൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് പിടിപ്പിക്കുക.
ഗായ്സ് അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ എല്ലാ പാർട്ടിലും ഈ ഒരു ഇത് അപ്ലൈ ചെയ്ത് എത്തണം. സോ എന്നാൽ മാത്രമാണ് എല്ലാ ഭാഗത്തും ഒരേപോലത്തെ ആ ഒരു ഗ്ലോനെസ് കിട്ടുള്ളൂ. ഗായ്സ് നല്ല മണം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗായ്സ് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും, എൻ്റെ മുഖത്തൊരു പിങ്ക് ഗ്ലോ തിളങ്ങിയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഗായ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് കാര്യങ്ങളും ഇവരെ അറിയിക്കുക. പിന്നെ മാമാർത്ത് നിങ്ങളുടെ കമന്റ്സിനും നിങ്ങളുടെ ഫീഡ്ബാക്കിനൊക്കെ ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരു ടീമാണ്. സോ കമന്റ്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ എഴുതി അറിയിക്കുക നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മാമാർത്തിന്റെ എല്ലാ പ്രൊഡക്ട്സും ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക, purple.com അതുപോലെ തന്നെ നിയർ ബൈ സോഴ്സിലൊക്കെ അവൈലബിൾ ആണ്. അവിടെ നിന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. സോ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നോയൽ 2024 എന്ന് പറഞ്ഞാൽ ഈ ഒരു കോഡ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 20% ഓഫ് കിട്ടുന്നതായിരിക്കും. മേടിക്കാനുള്ള ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ ഗായ്സ് അപ്പോൾ വീണ്ടും നമ്മുടെ കാറിൻ്റെ ഒരു വിഷയത്തേക്ക് വന്നതാണ്. സോ നമ്മുടെ കാർ നോക്കുകയാണെങ്കിൽ തന്നെ അലോയും കാര്യങ്ങളൊക്കെ വേറെ ലെവലാണ്. ഇതിനൊപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ യൂസർ മാനുവലും കാര്യങ്ങളും ഒക്കെ വന്നിട്ട് ഒരു പേപ്പർ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചെന്ന പോലെ ഇതിൻ്റെ ആ ഒരു RCയുടെ റിമോട്ട് എന്ന് പറയുന്നത്. സോ ഇതാണ് റിമോട്ട്. ഇതിൻ്റെ മേലെ വേറെ ബട്ടൺസ് കാര്യങ്ങളൊന്നുമില്ല, സിമ്പിൾ ഒരു സംഭവമാണ്. പിന്നെ ഇതിലുള്ളത് ഇത് ബാറ്ററി, അതേപോലെ തന്നെ റീചാർജബിൾ ബാറ്ററിയാണ്. റീചാർജ് ചെയ്യാനുള്ള കേബിളും കാര്യങ്ങളും ഇവിടെ വന്നിട്ടുണ്ട്. എക്സ്ട്രാ ഒരു 4 ടയറുകൾ വരുന്നുണ്ട്. ഈ ടയർ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഉള്ളതിൽ ഈ ഒരു ടയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണ നമ്മുടെ വീടിനുള്ളിലും അതേപോലെ ഇതേപോലത്തെ അധികം റഫല്ലാത്ത സ്ഥലത്ത് ഓടിക്കാനാണ് ഇതിങ്ങനത്തെ ടയർ എന്ന് പറയുന്നത്. സാധാ വെറുതെ പ്ലാസ്റ്റിക് ടയറാണ്, പക്ഷേ ഇത് റബ്ബറിൻ്റെ ടയറാണ്. ഇത് ഞാൻ എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടോ ഈ ടയർ കണ്ടോ? ഈ ടയറിൻ്റെ ലുക്കും കാര്യങ്ങളും സെയിം ആണ്. ലുക്കും കാര്യങ്ങളൊക്കെ സെയിം ആണ്, പക്ഷേ ഇത് റബ്ബറാണ്. ഇത് റബ്ബറൈസ്ഡ് ടയറാണ്. ഗ്രൗണ്ട് പോലത്തെ ഏരിയസ് ഉണ്ടാവില്ല, കുറച്ച് മണ്ണും പൊടിയൊക്കെ ആയിട്ടുള്ളത് അവിടെ ഓടിക്കാനുള്ളത്. ഇതൊരു ഓഫ് റോഡ് വണ്ടി അല്ല, സാധാ ഡ്രിഫ്റ്റ് വണ്ടിയാണ്. ഓക്കെ, ഇതിൻ്റെ അത്യാവശ്യം വലിപ്പം കാര്യങ്ങൾ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ യൂസർ മാനുവലിൽ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ബാറ്ററി വെക്കേണ്ടത് ഇതിൻ്റെ അടിഭാഗത്താണ്. പിന്നെ നമ്മുടെ കാറിൻ്റെ വേറെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പുക വിടുന്ന ഒരു കാറാണ്. ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഓട്ട പോലെ സംഭവം. അത് ഇതിനുള്ളിൽ കൂടെ പുക വിടും. ജസ്റ്റ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഗായ്സ് പിന്നെ നമുക്ക് വന്നിക്കണം ഈ ഒരു പാക്കറ്റിൽ ഞാൻ പറഞ്ഞല്ലോ 4 ടയർ ഉണ്ട്. അതിൻ്റെ പുറമേ ആയിട്ട് സ്ക്രൂ ഡ്രൈവറും പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സാധനം വന്നിട്ടുണ്ട്. ഇത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് ഒഴിച്ച് ചെയ്യാനാണ് ഈ ഒരു സാധനം വന്നിക്കുന്നത്. ഇതിൻ്റെ മേലെ നമുക്ക് കണ്ടോ ഇതേപോലെ ഇങ്ങനെ സാധനം ഉണ്ട്. ഇത് ജസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഉൾഭാഗം കാണാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഇതങ്ങനെ ഫുൾ തുറക്കാൻ പറ്റില്ല, വയേർഡാണ്. കണ്ടോ അതിൻ്റെ ഉള്ളിൽ കണക്ഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഉൾഭാഗം എന്ന് പറയുന്നത്. ജസ്റ്റ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സംഭവം മാത്രമാണ് ഇത്. 4 ടയറും കറങ്ങുന്നതാണ്. വേണ്ട സ്പ്രേ ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല. സ്പ്രേ ഉണ്ട്, LED ഉണ്ട്, 360 റൊട്ടേഷൻ ഉണ്ട്, റീപ്ലേസ്മെൻറ്റ് ടയേഴ്സ് ഉണ്ട്. 2.4 മറ്റേ G കൺട്രോളാണ് ഇതിന് വന്നിക്കുന്നത്. മീൻസ് ഡിസ്റ്റൻസും കാര്യങ്ങളും പോകാനായിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഇതിനൊപ്പം കിട്ടുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ല 2800 രൂപയുള്ളൂ. ഇതിൻ്റെ വെയിറ്റ് അത്യാവശ്യം ഉണ്ട് കേട്ടോ. 1/2 കിലോൻ്റെ മേലെ എന്തുണ്ട് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ല എന്ന് തന്നെ പറയാം. അടി മുട്ടിയിട്ടാണ് നമ്മുടെ വണ്ടി ഇരിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം കിട്ടുന്ന സ്ക്രൂ ഡ്രൈവർ എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ ടയേഴ്സ് മാറ്റാനായിട്ടാണ്. നമുക്ക് ഓഫ് റോഡ് എന്ന് പറയാനില്ല, ജസ്റ്റ് റഫായിട്ട് ഏരിയസിൽ ഈ ഒരു ടയർ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഇതേ ടയറുകൾ നല്ല മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ ഐറ്റത്തിൻ്റെ ബാറ്ററി നമ്മൾ ഇടാൻ പോവാണ്. അപ്പോൾ ബാറ്ററി ഇടുന്ന സ്പേസ് എന്ന് പറയുന്നത് ഇവിടെയാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ നമ്മൾ കൂട്ടി കുറച്ച് വെക്കുകയാണെങ്കിൽ നമ്മുടെ ഇതിനെ തിരിക്കുന്നതിൻ്റെ അളവ് കൂടും. ഓക്കെ, ഇവിടെ ഓൺ ഓഫ് സ്വിച്ച് വന്നിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് തുറക്കേണ്ടത്. കുറച്ച് കട്ടിയാണ് തുറക്കാനായിട്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ തുറന്ന് കിട്ടിയിട്ട് നമ്മുടെ ബാറ്ററി ഞാൻ റീചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്കിത് ഇട്ട് കൊടുക്കാം. സോ ഇത് അടയ്ക്കാം. സോ ഗായ്സ് അപ്പോൾ കാണാൻ പറ്റുന്നത് നമ്മുടെ വണ്ടി ഓൺ ആയിട്ടുണ്ട്. ഇവിടെ ഹെഡ്ലൈറ്റും അതുപോലെ തന്നെ ബാക്കിൽ ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ കത്തുന്നുണ്ട്. സോ നമ്മുടെ റിമോട്ടാണ് ഇത്. റിമോട്ടിൻ്റെ താഴെ ഇവിടെയാണ് ബാറ്ററി ഇടേണ്ടത്. ഇവിടെ ഉണ്ട് ഒരു സ്ക്രൂ. സോ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ റെഡ് ലൈറ്റ് കത്തുന്ന കാണാൻ പറ്റും. സോ ഇത് ഓൺ ആയിട്ടുണ്ട്, കണക്ട് ആയിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എന്താ മോനെ, അത് ഫ്രണ്ട് ബാക്ക് പിന്നെ ഇത് ഉണ്ടാ എന്താ സീന് ഗായ്സ്. അപ്പോൾ നമ്മുടെ കാറും കാര്യങ്ങളും സെറ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഊരിയിട്ട് ഇതിൽ കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഗായ്സ് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലത്തെ ആ പുക പോകണം കാണിച്ചേട്ടാ. എടാ ഏടാ മോനെ, രാത്രിക്കാണെങ്കിൽ ബാക്കിലത്തെ ലൈറ്റും ആ പുകയൊക്കെ ആയിട്ട് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. 20 കിലോമീറ്റർ 25 കിലോമീറ്റർ പെർ അവറൊക്കെയാണ് കമ്പനി പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഈ ഒരു സ്പേസിൽ നമുക്ക് ഓടിച്ചു നോക്കാം. വേറെ ലെവലാണ്. ഓ ഇയാടാ മോനെ, ഡ്രിഫ്റ്റൊക്കെ വേറെ ലെവലാണ് കേട്ടോ. ഓ ഏടാ
ഐസ് വണ്ടി നമ്മളിവിടെ ഓടിച്ചിട്ട് നമ്മുടെ ടയറിൻ്റെ ഒരു പരിപാടി തീരാറായിട്ടുണ്ട്. പക്ഷേ ഇത് ശരിക്കും ടൈലും ഓടിക്കാനുള്ള ടയറാണ്. ഇവിടെ ഓടിക്കാനുള്ളത് മറ്റേ റബ്ബറിൻ്റെ ടയറില്ലേ, അത് ഞാൻ കാണിച്ചു. ഹോളിൽ ഓടിക്കാൻ പോവാണ്. അതിന് മുമ്പായിട്ട് ലൈറ്റ് ഒന്ന് കാണിച്ചിട്ടാ നമുക്ക്. വാവ്, ബാക്ക് ഇതാ പുക പോണ നോക്കിയേ, വേറെ ലെവൽ. ഇവിടെ ഓടിക്കാനാണ് ഭയങ്കര രസം മറ്റേതിനേക്കാളും. ഇവിടെ ഭയങ്കര പ്ലെയിൻ ഏരിയ അല്ലേ. ഗായ്സ് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇവൻ്റെ മേലെ നമുക്ക് ക്യാമറ വെച്ചിട്ട് ഒന്ന് എടുത്ത് നോക്കാം. ഗായ്സ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മേലെ ക്യാമറ എങ്ങനെ വെക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനം കണ്ട ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ക്യാമറ നല്ല രീതിയിൽ ഫിക്സ് ആയിരിക്കുന്നുണ്ട്. സോ അതിൻ്റെ ബാക്കിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഓടിച്ച് നോക്കാം. ഗായ്സ് അപ്പോൾ കാണാൻ പറ്റും നമ്മുടെ ക്യാമറ വെച്ചിരിക്കുന്നതിൻ്റെ മേലെയാണ്. സോ ഇതിൻ്റെ കുറച്ച് വിഷ്വൽസ് ഞാൻ കാണിച്ചു തരട്ടെ നമുക്ക്. ഗായ്സ് അപ്പോൾ നിങ്ങൾ കണ്ടാണ് ഇതിൻ്റെ മറ്റേ ക്യാമറ ഷൂട്ട്സൊക്കെ. സോ നമ്മുടെ വണ്ടിയുടെ ടയർ മാറ്റിയിട്ട് നമുക്ക് പുറത്തൊന്ന് ഓടിച്ച് നോക്കാം. ഗായ്സ് അപ്പോൾ നമ്മുടെ വണ്ടീനെ കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ ലെവലാണ്. അത്യാവശ്യം പവറും കാര്യമുണ്ട്. ഞാൻ മെയിനായിട്ട് നോക്കുന്നതിൻ്റെ പ്രൈസ് പോയിൻ്റാണ്. സോ ഈ ഒരു വിലയ്ക്ക് ഇത് അടിപൊളിയാണ്. ഈ സാധനം നമ്മുടെ ഇന്ത്യയിൽ വാങ്ങണമെങ്കിൽ 4500 5000 നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഞാൻ മറ്റേ ബാങ്കുഡിനിൽ ഇപ്പോൾ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊന്നും പറയാൻ പറ്റില്ല. ഞാൻ ലിങ്ക് എന്തെങ്കിലും താഴെ കൊടുത്തേക്കാം. എക്സ്ട്രാ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. റബ്ബറിൻ്റെ ടയേഴ്സാണ് നമ്മൾ എടുത്തേക്കുന്നത് നമുക്ക് കിട്ടിയേക്കുന്നതാണ് ഓൾറെഡി. സോ നമ്മുടെ ഈ ഒരു ടയേഴ്സ് നമുക്ക് മാറ്റണം. ഓക്കെ, ഇത് കണ്ടോ, എന്താ പറയുക, സ്ക്രാച്ച് വന്ന് ഒരുമാതിരി. ഓക്കെ, വണ്ടി നമ്മുടെ ഇങ്ങനെ കെടുത്തിടുക. അതിനുശേഷം വണ്ടീനെ കെടുത്തിട്ടിട്ട് ഇത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുക. സോ ഫസ്റ്റത്തെ ടയർ മാറ്റാൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റത്തെ ടയർ നമ്മൾ മാറ്റിയിട്ടുണ്ട്, ഓനെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിനുള്ളിൽ 2 ഐറ്റംസ് ഉണ്ട്. അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ഇതിൻ്റെ ടയറിൻ്റെ സൈസ് ഈ 2 ബാക്കിൽ വരേണ്ടത്. സോ ഇതിങ്ങനെ എടുക്കുക. ഓക്കെ, ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുക വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു ഷേപ്പ് ഉണ്ട്. ആ ഷേപ്പിനെ അനുസരിച്ച് വെച്ചാൽ മതി. എന്നിട്ട് ഇത് വയ്ക്കുക, നമ്മുടെ സ്ക്രൂ ഇടുക, എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഗായ്സ് അപ്പോൾ നമ്മുടെ 3 ടയേഴ്സ് മാറ്റിയിട്ടുണ്ട്. ഈ ലാസ്റ്റത്തെ ടയർ കൂടി മാറ്റാനുള്ളൂ. ഗായ്സ് അപ്പോൾ ഫൈനലി നമ്മുടെ എല്ലാ ടയേഴ്സും നമ്മൾ ഫിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ ഡണ്ണ്. കണ്ടാ, അപ്പോൾ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. റബ്ബറിൻ്റെ ടയർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒന്ന് പുറത്തുനിന്ന് ഓടിച്ചിട്ട് വരാം. നമ്മൾ ഊരി വെച്ച ടയറിൻ്റെ അവസ്ഥ ഉണ്ടോ? ഷോ, അപ്പം നമ്മൾ നേരത്തെ കണ്ട ടയർ ഉണ്ടല്ലോ, ആ ടയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഓടിക്കാനാണ്. സോ ഈ ഐറ്റം നമുക്ക് പുറത്ത് ഓടിക്കാനുള്ളതാണ്. സോ ഇത് വെച്ചിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഓടിച്ചാണ് തരാം. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഓടിക്കാൻ പോവാണ്. വർക്കിങ്ങല്ലേ, ഒരു മിനിറ്റ്. ഈ ടയർ എടുപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയതുകൊണ്ട് എൻ്റെ മോനെ എന്തൊരു പോകണം. അപ്പോൾ ഇവനെയും കൊണ്ട് നമ്മൾ പുറത്തൊന്ന് റോട്ടിലൊക്കെ ഓടിച്ചിട്ട് വരാം. നമ്മളിവിടെ എത്തിക്കാണ്. ഗായ്സപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ട്, ഓടിക്കാൻ പോവാം. തീ ഗായ്സ് അപ്പോൾ ഇവനെടുത്തിട്ട് നമുക്കൊന്ന് റോട്ടിൽ ഓടിച്ച് നോക്കാം. വണ്ടികളൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. സോ ഇവിടെ നിന്ന് പോട്ടെ. പൊളി 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 പൊളി. ഓഹോ, വേറെ ലെവൽ. പിന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഓഫ് റോഡ് വണ്ടികൾ ഓടിക്കുന്ന പോലെ ഒന്നും ഓടിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിൻ്റെ മറ്റേ പുറത്ത് ഓടിക്കുന്നതിനേക്കാൾ നല്ലത് അടിപൊളിയായിട്ട് അകത്ത് ഓടിക്കാൻ പറ്റും. ഇനി മറ്റേ ടയേഴ്സ് ഇടുകയാണെങ്കിൽ നമുക്ക് അകത്ത് അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റും. സോ ഇതിൻ്റെ ഈ ഒരു ടയർ നമുക്ക് പുറത്ത് അത്യാവശ്യം മറ്റേ കുണ്ടും കുഴിയൊന്നും ഇല്ലാത്ത സ്ഥലമാണെങ്കിൽ അടിപൊളിയായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അങ്ങനെ സോ ഇത് വാങ്ങിയാൽ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. പക്ഷേ ഇത് ഞാൻ പറഞ്ഞു സ്വന്തം റിസ്കിൽ വാങ്ങാം, കാരണം ഇതൊരു ചൈനീസ് വെബ്സൈറ്റിലാണ് നിങ്ങൾ വാങ്ങാൻ പോണത്. സോ ഓൾ ദി ബെസ്റ്റ്.